എനിക്ക് ആദ്യം മാമിന്റെ ബുക്കിന്റെ അതിന് വളരെ ഒരു ആശംസ. ബുക്ക് പബ്ലിഷ് ചെയ്യാൻ താങ്ക് യു സോ മച്ച്. നല്ല താങ്ക് യു. ഭംഗിയായിട്ട് നടക്കട്ടെ മാം. പിന്നെ താങ്ക് യു. എനിക്ക് വളരെയധികം നന്ദി മാമിനോടുണ്ട്. കാരണം ഞാൻ സത്യത്തിൽ ഈ ഒരാഴ്ച 2 ബയോപ്സി റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആളാ. ഒരാഴ്ച 2 ബയോപ്സി റിസൾട്ട് നോക്കിയിരിക്കുന്ന ആളിന്റെ ഒരു മാനസികാവസ്ഥ ഊഹിക്കാമല്ലോ. അപ്പൊ ഞാന് ഈ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്റെ DNC കഴിഞ്ഞ് ഞാന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന വഴിയാണ് മാമിന്റെ ക്ലാസ്. ഞാൻ കാറിൽ ഇരുന്നോണ്ടാ കേൾക്കുന്നത്. ഞാൻ എറണാകുളത്ത് നിന്ന് ഓച്ചിറയാ വീട്. അപ്പൊ ഇവിടെ വരുന്നിടം വരെ ക്ലാസ് ഇടയ്ക്ക് വെച്ചാണ് ക്ലാസ് തുടങ്ങിയത്. വീട്ടിൽ വന്നിട്ട് ഞാൻ മാമിനോട് ഓൺലൈൻ ലൈവ് കയറി സംസാരിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ടെൻഷനിലാ മാം എന്ന് പറഞ്ഞപ്പോ മാം എനിക്ക് ഐ ആം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, അത് ഒരു 108 തവണ പറയാമോ. ഞാൻ രാവിലെയും വൈകിട്ടും അന്ന് മുതൽ അത് ഇന്ന് വരെയും 108 തവണ ചെല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴൊരു ബയോപ്സിക്ക് എടുത്തു. DNC കഴിഞ്ഞ് ഒരു ബയോപ്സിക്ക് കഴിഞ്ഞ അങ്ങ് മൺഡേ എടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് എന്റെ പല്ലിന്റെ മുകളിൽ ഇപ്പോഴും ഓൾറെഡി സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറെ ദിവസം വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ. അപ്പൊ പല്ലിന്റെ അവിടെ മുകളിലൊരു പല്ലെടുത്തില്ല, ഒരു സിസ്റ്റ് അവിടെ. അപ്പൊ അത് കഴിഞ്ഞ മൺഡേ അതും ബയോപ്സിക്ക് എടുത്തു. അപ്പം ഞാൻ വളരെയധികം ടെൻഷനിലായിരുന്നു. അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം അനീറ്റ മാമിനെ ഫോൺ ചെയ്ത് കിട്ടിയില്ല. പക്ഷെ എന്നെ 10 മിനിറ്റ് എടുത്തില്ല. അതിനോട് തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ടെൻഷനിലാന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മറ്റേ മേഡം പറഞ്ഞില്ലേ 555, അത് 55 തവണ 5 ദിവസം എഴുതാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ 4ാമത്തെ ദിവസമാണ്. ഇന്നലെ അത് പറഞ്ഞതിന്റെ അന്ന് രാത്രിയില് ഞാൻ വൈകിട്ടാണ് വിളിച്ചത്. രാവിലെ തൊട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. ഇന്നലെ 4th ഡേ ആയപ്പോ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എഴുതി ഞാന് ഐ ആം പെർഫെക്റ്റ്ലി ഹെൽത്തി എന്നുള്ള, അതായത് ഐ ആം മാനിഫെസ്റ്റിംഗ് ഐ ആം പെർഫെക്റ്റ്ലി ഹെൽത്തി എന്നുള്ളത് 55 തവണ ഇന്ന് വരെ എഴുതി. അപ്പൊ ഇന്നലെ ആയപ്പോ ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തെ ലൈവ് ക്ലാസ്സിന് കയറി. റിസൾട്ട് വന്നു. എനിക്ക് അത് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ്, ബയോപ്സി റിസൾട്ട് വന്നത്. എനിക്ക് ഈ ക്ലാസ്സിൽ കയറി പറയണം എന്നിങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ രാവിലെ ഹസ്ബൻഡ് ലാബിൽ വിളിച്ചപ്പം റിസൾട്ട് ആയിട്ടില്ല, സ്പെസിമെൻ ആയിട്ടുള്ളെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു തിരിച്ച് ഈ നമ്പറിൽ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോ അവരിങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഹസ്ബൻഡ് ശരിക്കും എന്റെ ടെൻഷനും അവരുടെ വായിൽ നിന്നൊരു ഇങ്ങനെ എന്തോ ഒരു ക്യാൻസറസ് ആണോ എന്നുള്ള ഒരു രീതിയിലൊരു സംസാരവും ഇടയ്ക്കൊന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഹസ്ബൻഡ് അങ്ങോട്ട് എടുത്ത് ചോദിച്ചു ക്യാൻസറസ് ആയിട്ട് എന്തെങ്കിലും ആണോ. ഇല്ല, ക്ലിയർ ഫ്ലൂയിഡ്, ആ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിശ്വാസം മേഡം ഇത്. കാരണം ഇന്നലെ ഞാൻ 4th ഡേ ആയുള്ളൂ എഴുതിയിട്ട്. പിന്നെ മാമിനും അനീറ്റ മാമിനും വളരെയധികം നന്ദി. കാരണം എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഞാൻ ഇന്നലെ എനിക്ക് ക്ലാസ്സിൽ കയറി ക്ലാസ് ഇല്ലാഞ്ഞുകൊണ്ട് പറയാൻ പറ്റിയില്ല. ഇപ്പോഴും എനിക്ക് സ്റ്റിച്ചിട്ട വേദനയുണ്ട്. സ്റ്റിച്ച് മൺഡേ എടുക്കത്തുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര വിശ്വാസമാണ് എനിക്കിത്. എന്റെ ശരിക്കും 3ാമത്തെ മാനിഫെസ്റ്റേഷൻ. ഞാനിപ്പോ ഇത് 55 തവണ ഇന്ന് എഴുതി ഇത് നിർത്തി. ഇനി അടുത്തത് ബാക്കിയുള്ളതിൽ എഴുതണം എന്നല്ലേ മാഡം പറഞ്ഞേക്കുന്നത്. അപ്പൊ അടുത്ത ഇനിയിപ്പോ അത് ഇന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടേക്ക്, ഇനി അടുത്തതിലേക്ക് പോകും. പക്ഷെ അത് വളരെ എഫക്റ്റീവായി എന്റെ ലൈഫിൽ കേട്ടോ മാം. എത്ര താങ്ക്സ് പറഞ്ഞാൽ ഞാൻ അത്രമാത്രം ടെൻഷനിലായിരുന്നു. കാരണം എല്ലാം തീർന്നെന്നുള്ളൊരു അവസ്ഥ സത്യം പറഞ്ഞാൽ നിൽക്കുമായിരുന്നു. കാരണം 2 ബയോപ്സി ഒരാഴ്ച തന്നെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളിന്റെ മാനസികാവസ്ഥ ഊഹിക്കാമല്ലോ.